നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ഇറാൻ എന്ന രാജ്യം നിന്ന് കത്തുകയാണ്. അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി അതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭം തുടരുമ്പോഴും ഇക്കാര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇടപെടും എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്ന ഇറാൻ്റെ കിരീടാവകാശിയായിരുന്ന റൈസ പഹ്ലവി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തന്നെ സമൂഹ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി അമേരിക്ക ഇറാനിൽ ഇടപെടണം എന്നാണ്. ഏതാണ്ട് കഴിഞ്ഞ 2 ദിവസത്തോളമായി ഇറാനിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടുത്തെ ചെറുപ്പക്കാരായ പുതിയ തലമുറയിൽപ്പെട്ടവർ സന്ദേശങ്ങൾ കൈമാറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, തെരുവിലിറങ്ങി സമാധാനപരമായി സമരം നടത്തിയ ആളുകൾക്ക് നേരെ ഇറാൻ്റെ സ്വന്തം ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ സൈനികർ നടത്തിയ വെടിവെപ്പിലും മറ്റും 51 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇറാൻ പറയുന്നത് 20 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ്. അതേസമയം 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ടവരിൽ തന്നെ 9ഓളം കൊച്ചുകുട്ടികളാണുള്ളത്. 18 വയസ്സ് താഴെയുള്ള നിരവധി ചെറുപ്പക്കാരുമുണ്ട്. ഈ ഒരു സമരത്തെ എങ്ങനെ അടിച്ചമർത്താനാണ് ഖമേനിയുടെ നേതൃത്വത്തിലുള്ള മതഭരണകൂടം ശ്രമിക്കുന്നത്? കാരണം അവർക്കറിയാം തങ്ങളുടെ കസേര തെറിക്കുന്ന ദിവസം അടുത്തെത്തിയെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തെ അടിച്ചമർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഖമേനി കഴിഞ്ഞ ദിവസം ഒരു അതിവിചിത്രമായ പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ യോഗം വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ട്രംപിനെ പുറത്താക്കുമെന്നാണ്, ട്രംപിനെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നാണ് ഖമേനിയുടെ പ്രസ്താവന. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഏതാനും മിനിറ്റുകൾ മതി ഇറാനിലെത്തി ഈ ഖമേനിയെ പിടിച്ചു കെട്ടി മഡൂറോയ്ക്ക് കൂട്ടായി വാഷിങ്ടണിൽ കൊണ്ട് അവിടുത്തെ ജയിലിലിടാൻ. വെനസ്വേലയിൽ ഇത്രയും കർശന നടപടി സ്വീകരിച്ച അമേരിക്കയ്ക്ക് ഇറാനിലും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ആ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, പൊറുതിമുട്ടിയ ജനങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുകയേ ഉള്ളൂ. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യം കയറി അതിക്രമം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി പിടിച്ചുകൊണ്ടൊക്കെ പോയാൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവും. പക്ഷേ വെനസ്വേലയിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ മാത്രമേ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവിടുത്തെ ജനങ്ങൾ ഇത് കൈയടിച്ച് സ്വീകരിക്കുകയായിരുന്നു. കാരണം അവർ ഈ മഡൂറോ എന്ന ഏകാധിപതിയുടെ ദുർഭരണത്തിന് കീഴിൽ നട്ടം തിരിയുകയായിരുന്നു, ദാരിദ്ര്യത്തിൽപ്പെട്ട് ഉഴലുകയായിരുന്നു. അതിൽ നിന്നെല്ലാമുള്ള ഒരു മോചനമായിരിക്കാം ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചത്. ഇറാനിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ക്രൂഡ് ഓയിൽ കൊണ്ട് സമൃദ്ധമായ ഇറാനിൽ കിട്ടിയ പണം മുഴുവൻ തീവ്രവാദി സംഘടനകൾക്ക് വീതിച്ചു കൊടുക്കാനും ആണവായുധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നടന്ന് പോക്കറ്റ് കാലിയായ സർക്കാർ ഒടുവിൽ സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ അടിച്ചമർത്താൻ നോക്കുന്നത് ലോകമെമ്പാടും നിന്ന് ശക്തമായ വിമർശനം തന്നെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അമേരിക്കൻ പ്രസിഡൻറ്റും അതുപോലെ ഇസ്രായേലും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. അതിനിടെ ആയത്തുള്ള അലി ഖമേനി കുടുംബാംഗങ്ങളൊത്ത് റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഇയാൾ ഏതായാലും വിമാനത്തിൽ കയറിയാലേ മറ്റു രാജ്യത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതേതായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആകാശത്തുമെല്ലാം തന്നെ ഇസ്രയേലും അമേരിക്കയും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഖമേനിയും കൊണ്ടുള്ള വിമാനം ടെഹ്റാനിൽ നിന്ന് പറന്നു കയറുന്നാലും അതിനൊരിക്കലും റഷ്യയിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഖമേനിയെ ഒരുപക്ഷെ പിടികൂടി വിചാരണയ്ക്കായി അമേരിക്കയിൽ തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മഡൂറോയെ പോലെ ഇയാളെയും അവിടെ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾക്ക് വിചാരണ നടത്തേണ്ടതുണ്ട്. 87 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്, നിരവധി രോഗങ്ങളുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴും ഇയാളുടെ ക്രൂരതയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ട് ആളുകളെ ദിവസവും കുറേ പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്ന് പറഞ്ഞു കേട്ടാൽ ഇയാൾക്ക് ഉറക്കം വരികയുള്ളൂ എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. തൻ്റെ പിൻഗാമിയായി ഏതെങ്കിലും മക്കളൊരാളിനെ നിയോഗിക്കണമെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഈ പ്രായത്തിൽ എപ്പോഴും നടക്കുന്നില്ല. കാരണം മക്കൾ തമ്മിലടിയാണ്. ആയിരക്കണക്കിന് കോടിയുടെ സ്വത്താണ് ഇയാളുടെ കൈവശമുള്ളത്. ഇതും കൊണ്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഏതായാലും ഇനി അതിനൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ ഇളകിക്കഴിഞ്ഞു. ഇൻ്റർനെറ്റ് കട്ട് ചെയ്താലും ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചാലും ഒന്നും അടങ്ങുന്ന അവസ്ഥയല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാളും ഭേദം ഇതുപോലെയുള്ള മതഭ്രാന്തന്മാർക്കെതിരെ പോരാടി മരിക്കുന്നതാണ് എന്ന് ഒരുപക്ഷെ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ കിരീടാവകാശിയായ റൈസ പഹ്ലവി നിരന്തരമായി ആളുകൾക്ക് ഇത് സംബന്ധിച്ച പ്രചോദനമേകി സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇറാനിലെ സാധാരണക്കാർ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് 1979 ഈ മതഭ്രാന്തന്മാരുടെ വാക്കുകേട്ട് നാട് കടത്തിയ ഇറാനിലെ ഷായുടെ മകനായ റൈസ പഹ്ലവി, അദ്ദേഹം കിരീടാവകാശി കൂടിയാണ്. റൈസ പഹ്ലവി ഇപ്പോൾ അത് അമേരിക്ക കഴിയുകയാണ്, തിരികെ കൊണ്ടുവന്ന് ഭരണം ഏൽപ്പിക്കണം എന്നാണ്. പണ്ട് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരെയും ഇതുപോലെ ജയിലുകളിലിട്ടതിന് ശേഷം ഏകാധിപത്യ ഭരണം നടത്തിയപ്പോൾ ജനങ്ങൾ ഇളകി വന്ന് അവരെ അടിച്ചോടിച്ചതിന് ശേഷം, തല്ലിക്കൊന്നതിന് ശേഷം പഴയ ജയിലിൽ കിടന്ന നല്ലവരായ മനുഷ്യരെ അധികാരത്തിൽ കൊണ്ടുവന്നതുപോലെ തന്നെ പോളണ്ടിലും മറ്റും സംഭവിച്ചതുപോലെ തന്നെ ഇറാനിലും അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ സൂചന കാണുന്നുണ്ട്. ഏതായാലും അമേരിക്കയും ഇസ്രായേലും വളരെ സൂക്ഷ്മമായി ഇവിടുത്തെ സ്ഥിതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഇറാൻ്റെ
ഈ മതഭരണകൂടത്തെ എടുത്ത് വെളിയിലെറിയാനും ഇവരെല്ലാവരും പിടിച്ചു കെട്ടി ജയിലിൽ കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണ നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചിരകാല ശത്രുവാണ് ഈ ഖമേനി, അയാളുടെ കൂടെയുള്ളവരൊക്കെ തന്നെ. ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇസ്രായേലുകാരോട് വലിയ വിരോധമൊന്നുമില്ല എന്ന് പറയപ്പെടുമ്പോൾ ഖമേനിക്കും സംഘത്തിനും ജൂതവിരോധം കൊണ്ട് കണ്ണു കാണാൻ പായാത്ത അവസ്ഥയിൽ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം ആര് നടത്തുന്നു അവർക്കെല്ലാം പണവും ആയുധവും പരിശീലനവും എല്ലാം നൽകുന്നത് പണ്ട് മുതലുള്ള ഒരു രീതിയാണ്. ഇറാനിൽ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഖമേനിയുടെയും അയാളുടെ കൂടെയുള്ള ഈ ക്രൂരന്മാരായ മത നേതാക്കന്മാരുടെയൊക്കെ തന്നെ പൊതുജീവിതത്തിന് അന്ത്യം കുറിക്കുന്ന തരത്തിലായിരിക്കും. ഒരുപക്ഷെ ശിഷ്ടജീവിതം ഇവർക്ക് പലർക്കും അമേരിക്കയിലെ ഏതെങ്കിലും ജയിലിൽ കിടക്കാനായിരിക്കും തലയിലെഴുത്ത് എന്ന് വേണം കരുതാൻ.